കർത്താവിൻ്റെ സന്നിധിയിൽ ഇങ്ങനെ നമുക്ക് ഒരുമിച്ച് കൂടി വന്ന് പ്രാർത്ഥിപ്പാൻ ദൈവം നൽകിയ അവസരത്തിനാണ് സ്തോത്രം ചെയ്യുന്നു. എല്ലാ ദൈവമക്കൾക്കും ദൈവനാമത്തിൽ വന്ദനം അറിയിക്കുന്നു. എപ്പോഴും നമ്മൾ ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നതുപോലെ 2-3 പേരുടെ നാമത്തിൽ കൂടി വരുമ്പോൾ അവരുടെ മധ്യത്തിൽ ഞാനുണ്ടെന്ന് പറഞ്ഞിരിക്കുന്ന കർത്താവ് നമ്മുടെ മധ്യത്തിലുള്ളതിനാണ് സ്തോത്രം ചെയ്യുന്നത്. ഈ സമയം വരെയും പാടി കർത്താവിനെ ആരാധിപ്പാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിച്ചു. ദൈവസാന്നിധ്യത്തിൻ്റെ നിറവനുഭവിപ്പാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിച്ചു. അനേക വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ദൈവം നമ്മെ ബലപ്പെടുത്തി. ദൈവത്തിൻ്റെ സ്നേഹത്തിനാണ് സ്തോത്രം ചെയ്യുന്നു. കണ്ണുനീരോടെ വിതയ്ക്കുന്നതിന് തുല്യമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യും എന്ന ദൈവവചനത്തിൽ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. പ്രാർത്ഥന എന്നാൽ എന്ത് എന്നുള്ള ചോദ്യത്തിന് വിശുദ്ധ ബൈബിളിൽ പല ഉത്തരങ്ങളുണ്ട്. ഒരാൾ ചോദിക്കുകയാണ് പ്രാർത്ഥന എന്താണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം. എന്നാൽ അറിയാൻ പാടില്ലാത്ത ഒരാൾ ചോദിക്കുകയാണ് ഈ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ദൈവത്തോട് സംസാരിക്കുന്നതാണ്. ഇങ്ങനെ 1, 2, 3 എന്ന് പറഞ്ഞ് അതിനൊരു നിർവചനമൊക്കെ നമ്മൾ കൊടുക്കാൻ തയ്യാറായാൽ അതിൽ പ്രധാനപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഒരു ചിന്തകൻ പറഞ്ഞിരിക്കുന്നത്. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഒരു വിതയാണ്. ഒരു വിത്ത് വിതയ്ക്കുകയാണ്. വിതയ്ക്കുമ്പോൾ ആ വിതക്കാരൻ അല്ലെങ്കിൽ ഉടമസ്ഥൻ, കർഷകൻ ആരുമായിക്കൊള്ളുണ്ട്. ചിലപ്പോൾ കൂലിക്കാരനായിരിക്കാം, ചിലപ്പോൾ ഉടമസ്ഥനായിരിക്കാം, പല തലങ്ങളിലുള്ളവരായിരിക്കാം വിതയ്ക്കുന്നത്, അല്ലെങ്കിൽ നടന്നത്, അല്ലെങ്കിൽ ഒരു കുഴിച്ചു വയ്ക്കുന്നത്. ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോൾ, അല്ലെങ്കിൽ മാസങ്ങൾ കഴിയുമ്പോൾ, ആഴ്ചകൾ കഴിയുമ്പോൾ, വർഷങ്ങൾ കഴിയുമ്പോൾ ഇതിൽ നന്മ പ്രതീക്ഷിച്ചുകൊണ്ടാണ് മണ്ണിലേക്ക് ഇടുന്നത്, കുഴിയിലേക്ക് വെക്കുന്നത്, ചെടിയിലേക്ക് ഇടുന്നതിന് പിന്നിലല്ല, വിതയ്ക്കുന്നതിൻ്റെ പിന്നിൽ വളരെ ദീർഘവീക്ഷണമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. സാധാരണ പറയും വിതയറിയാൻ പാടില്ലാത്ത, അല്ലെങ്കിൽ അതിൻ്റെ പ്രാധാന്യത അറിയാൻ പാടില്ലാത്ത ഒരാൾ വിത കണ്ടാൽ എന്താ പറയുന്നതെന്നറിയാമോ? ഈ ചെടിക്കണ്ടത്തിലേക്ക് എന്തിനാ ഇതിടുന്നതെന്ന് ചോദിക്കും, ഇല്ലേ? ഈ മനുഷ്യൻ വിവരമില്ലാത്തയാളാണ്. ഈ ഒന്നാന്തരം വിത്ത്, ഒന്നാന്തരം നെല്ല് നനച്ച് നിശ്ചിത ദിവസം കൊണ്ട് അത് കിളിർത്ത് വിത്തായി വന്നത് ഈ ചെടിക്കണ്ടത്തിലേക്ക് എന്തിനിടുന്നു? അറിവുള്ളവരാരും ചോദിക്കുകയില്ല, അറിവില്ലാത്ത ഒരാൾ ചിന്തിക്കുകയാണ്. എന്നാൽ അറിവുള്ളവർക്കറിയാം അതിൻ്റെ പ്രത്യേകത. ദൈവത്തിന് സ്തോത്രം. പ്രാർത്ഥിക്കാൻ ദൈവം നമുക്ക് നൽകിയ നല്ല അവസരത്തിനാണ് സ്തോത്രം ചെയ്യുന്നു. മനോഹരവും സൗകര്യപ്രദമായ ആരാധനാലയത്തിൽ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഇങ്ങനൊരു ആരാധനാലയത്തിലിരുന്ന് പ്രാർത്ഥിക്കാൻ പലർക്കും കഴിയുന്നില്ല. പണിയാൻ നോക്കിയിട്ടും പണിയാതെ കഴിയുന്നില്ല. ചില സ്ഥലങ്ങളിലെല്ലാം ചെറുതും മറ്റു പല നിലകളിൽ ഉണ്ടെങ്കിലും വേണ്ടതുപോലൊരു സൗകര്യപ്രദമല്ലാത്ത രീതിയിൽ ഒക്കെ ആയിരിക്കുമ്പോൾ ഇങ്ങനെ ഈ വഴിയറമ്പിൽ ഇത്രയും മനോഹരമായ സൗകര്യപ്രദമായ ഒരു ആരാധനാലയം ദൈവത്തെ സ്തുതിക്കുവാനും ആരാധിക്കുവാനും ദൈവം നമുക്ക് നൽകി. പലർക്കും അതിൻ്റെ പ്രാധാന്യത മനസ്സിലാക്കാൻ കഴിയാതിരിക്കുമ്പോൾ പ്രാധാന്യത മനസ്സിലാക്കി ദൈവസന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കാൻ ദൈവം നൽകുന്ന അവസരത്തിനാണ് സ്തോത്രം ചെയ്യുന്നു. നിങ്ങളെല്ലാവരെയും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. എസ്തേറിന്റെ പുസ്തകത്തിൽ നിന്നാണല്ലോ അതിൻ്റെ 4-ാം അധ്യായം വരെ കഴിഞ്ഞ കുറച്ചാഴ്ചകൾ കൊണ്ട് നമുക്ക് വിചിന്തനം ചെയ്യുവാൻ ഏതാണ്ട് 10-ലധികം ആഴ്ചകൾ കഴിഞ്ഞു. അത് നമ്മൾ ചിന്തിച്ചിട്ടുള്ളത്. ദൈവത്തിന് സ്തോത്രം. ഇനി 5-ാം അധ്യായത്തിൽ 2 പ്രധാനമായ കാര്യങ്ങളാണ് 5-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. എസ്തേറിന്റെ പുസ്തകം 5-ാം അധ്യായത്തിൽ 1-ാം വാക്യം മുതൽ 5-ാം വാക്യം വരെയുള്ള ആ പാരഗ്രാഫിൽ 4-ാം അധ്യായത്തിലെ പ്രാർത്ഥനയും ഉപവാസവും നിമിത്തം രാജാവ് എസ്തേറിന് അനുകൂലമായി പ്രതികരിക്കുന്നതാണ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത്. ഒരിക്കലും രാജാവിൻ്റെ മുഖം അനുകൂലമാകേണ്ടതല്ല, രാജാവ് ചെങ്കോൽ നീട്ടേണ്ടതല്ല. പക്ഷേ 4-ാം അധ്യായത്തിൻ്റെ ഒടുവിലത്തെ ഭാഗത്തിൽ നമ്മൾ വായിച്ച് കഴിഞ്ഞ മുമ്പിലത്തെ ആഴ്ചകളിൽ ചിന്തിച്ച അസാധാരണമായ ആ പ്രാർത്ഥനയും ഉപവാസവും എത്ര ദിവസത്തെയാണ്? 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന നിമിത്തം രാജാവിൻ്റെ മനസ്സ് മാറുകയാണ്. ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി അവിടെ അനുഭവിച്ചറിയുവാനായിട്ട് കഴിയുന്നു. അതാണ് അതിൻ്റെ 1-ാം ഭാഗം. ആ 1-ാം ഭാഗം
ഇനി വായിച്ച് ധ്യാനിക്കാനേ നമ്മുടെ മുൻപാകെ സമയമുള്ളൂ. ദൈവം അനുവദിച്ചു കഴിഞ്ഞാൽ പിന്നെ 5-ാം അധ്യായത്തിൻ്റെ 6 മുതലുള്ള ഭാഗം നമ്മൾ വായിച്ച് ധ്യാനിക്കുമ്പോൾ ദൈവജനത്തിനെതിരെയുള്ള തെറ്റായ ഒരു കൂട്ടുകെട്ടും അതുപോലെ ഗൂഢാലോചനയും ഒക്കെ അവിടെ കാണാൻ കഴിയുന്നുണ്ട്. പക്ഷെ അത് വിജയിക്കുന്നില്ല. ദൈവത്തിൻ്റെ പ്രവൃത്തി അതിന്മേൽ വെളിപ്പെടുകയാണ്. എന്നാൽ ഒന്നാമത്തെ ആശയം 5-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വേദഭാഗം വായിച്ച് 3 ദിവസം ഈ 3 ദിവസം എന്ന് ഉദ്ദേശിക്കുന്നതിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? ഉപവാസ പ്രാർത്ഥനയുടെ 3-ാം ദിവസമാണ്. അത് ചേർത്ത് വായിച്ചോണം. നമ്മുടെ മനസ്സിൽ അത് കണ്ടുകൊണ്ട് വേണം വായിക്കാൻ. ഉപവാസ പ്രാർത്ഥന അല്ലെങ്കിൽ ഉപവാസം നടക്കുകയാണ് രാജ്യം മുഴുവനും. ഒരു പ്രാർത്ഥനയായിട്ട് സംഘമായിട്ട് വിളിച്ചു കൂട്ടിയിട്ടില്ല എങ്കിലും എല്ലാവരുടെയും ഉള്ളിൽ അവരെന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഉപവസിക്കും, എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്. ഒരു പ്രത്യേക സ്ഥലത്തൊന്നും കൂടിയിട്ടില്ലെങ്കിലും യഹൂദന്മാരായിരിക്കുന്ന ആളുകൾക്കെല്ലാം ആഹ്വാനം കൊടുത്തിട്ടുണ്ട്, 3 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിക്കണം. അപകടകരമായ ഒരു സ്ഥിതിവിശേഷമാണ് നമ്മുടെ മുമ്പിൽ ഉണ്ടായിരിക്കുന്നത്. നാം സേവിക്കുന്ന സർവശക്തനായ ദൈവത്തിന് മാത്രമേ ഇതിന് പരിഹാരം വരുത്താൻ കഴിയുകയുള്ളൂ. അല്ലാതെ ഒരിക്കലും ബുദ്ധിപരമായ നയപരമായ നീക്കങ്ങളിലൂടെ പരിഹാരം വരുത്തത്തില്ല, വരികയില്ല. ദൈവം ഇടപെടണം. അങ്ങനെ എല്ലാവരും